മോർണിംഗ് മക്കളെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിത വൈദ്യുതി എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ ചാപ്റ്ററിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും അല്ലെ, നാളത്തെ പരീക്ഷ ഇങ്ങനെ ആലോചിച്ചിട്ട്. കാരണം എല്ലാ ദിവസവും പോലെയല്ലല്ലോ, നാളെ നമുക്ക് 3 എക്സാം ആണ്. എല്ലാം കൂടി എപ്പോ എങ്ങനെയൊക്കെ പഠിച്ചു തീർക്കുന്നുള്ള ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ നോ പ്രോബ്ലം, നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമ്മൾ പഠിപ്പിച്ചു തരുന്ന ക്വസ്റ്റ്യൻസും രാത്രിയിലെ ലൈവ് ക്ലാസ്സസും രാവിലെയുള്ള മോർണിംഗ് ബൂസ്റ്ററൊക്കെ കണ്ട് അരച്ച് കുടിച്ച് നിങ്ങൾ എക്സാമിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കായിരിക്കും. നാളത്തെ ഈ സമയം നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും, ഉറപ്പാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചോദ്യമാണ്, നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിക്കുക. കുറച്ചിങ്ങനെ ഡോട്ട് ഉണ്ടാവും, പക്ഷെ അവിടെ എന്താ എഴുതേണ്ടതെന്ന് അപ്പുറത്ത് തന്നിട്ടുണ്ട് അല്ലേ. ഭയങ്കര സിമ്പിൾ. ഓക്കെ, ചാർജ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി സ്കെയിലാർ വെക്റ്റർ. സദിശ അളവാണോ അദിശ അളവാണോ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ, അദിശ അളവാണ്. നെക്സ്റ്റ്, ഇലക്ട്രോസ്കോപ്പ് ഇസ് യൂസ്ഡ് ടു. ഇലക്ട്രോസ്കോപ്പ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? മെഷർ ദ ചാർജ് അളക്കാനാണോ, അല്ലെങ്കിൽ ചാർജിന്റെ പ്രസൻസ് മനസ്സിലാക്കാനാണോ, അതോ ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ചാർജ്, ഏത് ചാർജ് ആണെന്ന് തിരിച്ചറിയാനാണോ നമ്മൾ ഉപയോഗിക്കുക? ചാർജിന്റെ പ്രസൻസ് മനസ്സിലാക്കാനാണ് അല്ലെ. ഒരു ചാർജ് ചെയ്ത വസ്തു കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയതിൽ ചാർജ് ഉണ്ടോ, നമുക്കെന്താ നോക്കിയാൽ മനസ്സിലാവില്ല. അതിൽ ചാർജ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. സോ ടു ഡിറ്റക്ട് ഓർ ടു നോ ദി പ്രസൻസ് ഓഫ് ചാർജ് എന്ന് വേണം നിങ്ങൾ ആൻസർ കൊടുക്കാൻ. നെക്സ്റ്റ് ചോദ്യം, ദ ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജ് ഇൻ എ ബോഡി ഈസ് കോൾഡ്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം. ഇപ്പോൾ ഒരാൾക്ക് ചാർജ് ഉണ്ട് അല്ലെ, ഒരാൾക്ക് ഒരുപാട് ചാർജ് ഉണ്ട്, അതിനെ ഇല്ലാതാക്കണം, നിർവീര്യമാക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ നേരെ നമ്മളെ എർത്തിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് വയർ വഴി കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? അതിൽ ചാർജസ് മുഴുവൻ എർത്തെടുത്തോളും അല്ലെ. അങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എർത്തിങ് എന്ന് വിളിക്കും അല്ലെ. എന്താ നമ്മൾ വിളിക്കുക? എർത്തിങ് നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനാണ്? ആ ചാർജസിന് ഭൂമിക്ക് ഇങ്ങോട്ട് പറഞ്ഞയച്ചോളൂ അല്ലെ. ഭൂമി എല്ലാത്തിനെയും സ്വീകരിക്കും, കാരണം ഭൂമി ഈസ് എ ഇലക്ട്രോൺ ബാങ്ക് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലേ അല്ലെ. ഓക്കെ, ദ എർത്ത് ക്യാൻ റിസീവ് ഓർ ഗിവ് എനി എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ്, സോ ഇറ്റ് ഈസ് കാൾഡ്. എർത്തിന് കുറെ ഇലക്ട്രോൺസിനെ കൊടുക്കാനും പറ്റും, എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിലും വാങ്ങാനും പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ എർത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ബാങ്ക്. നമ്മുടെ നാട്ടിലത്തെ ബാങ്ക് എന്തിനാ? പൈസ എടുക്കും, നമ്മൾ ചിലപ്പോൾ പൈസ കൊണ്ടുപോയി അടക്കും. അതുപോലെയാണ് ഇലക്ട്രോൺസിനെ തരുകയും ചെയ്യും, ഇലക്ട്രോൺസിനെ വാങ്ങുകയും ചെയ്യും, ഒക്കെ ചെയ്യും. അങ്ങനത്തെ ആളാണ് എർത്ത് എന്ന് പറയുന്നത്. സോ എർത്ത് ഇസ് നോൺ ആസ് ഇലക്ട്രോൺ ബാങ്ക്. ഇലക്ട്രോണിന്റെ ബാങ്ക് ആണ് എർത്ത്. ഓക്കെ, നെക്സ്റ്റ് സീ ദ പിക്ചർ. ഈ പിക്ചർ നോക്കിയിട്ട് ഇതിന്റെ അടയാളപ്പെടുത്താനാണ് ഓരോ ഭാഗങ്ങളും. ചിത്രം കാണുക, ഉപകരണത്തെ തിരിച്ചറിയുക. ഇതാണ് മക്കളെ ഈ പറയപ്പെട്ട ഇലക്ട്രോസ്കോപ്പ്. ഇതിന്റെ ഉപയോഗം എന്ത്? നേരത്തെ ഇപ്പൊ നമ്മളത് പറഞ്ഞത് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്, അല്ലെങ്കിൽ ടു നോ ദ പ്രസൻസ് ഓഫ് ചാർജ്. ചാർജിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ. ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. നെക്സ്റ്റ്, ഈ ഉപകരണത്തിലെ ലോഹഗോളം, സ്വർണ്ണദളങ്ങൾ, അതായത് മെറ്റൽ സ്ഫിയർ, ഗോൾഡ് ലീവ്സ്, മെറ്റാലിക് കണ്ടക്ടർ ഒക്കെ മാർക്ക് ചെയ്യാനാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ മുകളിലുള്ളതാണ് മെറ്റാലിക് സ്ഫിയർ, പിന്നെ ഇതൊരു കമ്പിയാണ് കേട്ടോ. ആ കമ്പിയാണ് മെറ്റാലിക് കണ്ടക്ടർ. ഓക്കെ, മെറ്റാലിക് കണ്ടക്ടർ നമ്മൾ പറയും ലോഹചാലകം എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുക. പിന്നെ താഴെയുള്ളതാണ് ഗോൾഡ് ലീവ്സ്, സ്വർണത്തിന്റെ രണ്ടിങ്ങനെ ദളങ്ങൾ, സ്വർണ്ണദളങ്ങൾ എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നാളെ ഇതൊക്കെയാണെങ്കിൽ ചട്ടപ്പൊട്ടേന്ന് ആൻസർ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, ദ ബോഡി ഈസ് കണക്റ്റഡ് ടു ദ എർത്ത് യൂസിങ് എ കണ്ടക്ടിങ് വയർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 0.2. ഓക്കെ അല്ലെ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബോഡീനെ അല്ലെ, ഇതാണ് നമ്മളുടെ ഒരു വസ്തു എന്ന് പറയുന്നത്. ആ വസ്തുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വയർ ഉപയോഗിച്ചിട്ട് എർത്തുമായിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക എന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എർത്തിങ് എന്നല്ലേ. എന്താ വിളിക്കുക? എർത്തിങ് എന്നാണ് വിളിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യമാണ്, ഈ പ്രോസസ്സിൽ ഇലക്ട്രോൺ, അതായത് ഇതിനെ എർത്തിങ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. ചാർജ് ഇല്ലാത്തൊരു വസ്തുവിനെ നമുക്ക് ഇതുപോലെ കിട്ടിയത്. ഇതുപോലെ ചാർജ് ഇല്ലാത്ത
ചാർജ് ഇല്ലാത്തൊരു വസ്തുവിനെ ഇവിടെ കിട്ടിയില്ലേ? അതിന് കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ഇതിനെ എർത്ത് ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്, ഈ സമയത്ത് ഇലക്ട്രോൺസ് എവിടുന്നാ വരുന്നത്? നമുക്കറിയാം അത് ഭൂമിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പൊ എന്താ അവിടെ ഈ ഭൂമിയിൽ നിന്ന് വരികയാണോ, ഈ ചാർജ് മുഴുവൻ അങ്ങോട്ട് പോവുകയാണോ, എന്താണ് സംഭവം എന്നുള്ളതാണ്. സോ നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. ഇവിടെ പോസിറ്റീവ് ചാർജസ് ആണ് ഉള്ളത്. സോ ഇതിനെ നിർവീര്യമാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ അത്ര തന്നെയുള്ള ഓപ്പോസിറ്റ് ചാർജ്, നെഗറ്റീവ് ചാർജസ് വേണം. അപ്പൊ ഭൂമിന്ന് എന്ത് ചെയ്യും? ഭൂമി ഇതിങ്ങനെ കേൾക്കാം, മുകളിൽ നിന്ന് ഒരു നിർദ്ദേശം കൊടുത്താൽ മതി, എടാ ഭൂമി കുറച്ച് ഇലക്ട്രോൺസിലെത്താ. അപ്പോത്തിന് ഭൂമി അങ്ങോട്ട് ചാടിപ്പടിഞ്ഞ് എന്ത് ചെയ്യും? ഈ വയറിലൂടെ ഇലക്ട്രോൺസ് മുകളിലേക്ക് ഇങ്ങോട്ട് കയറി ഒറ്റ ചടപടയെന്ന് വന്നിട്ട് എല്ലാ പോസിറ്റീവിന്റെ കൂടെയും ഓരോ ഇലക്ട്രോൺ പ്രവർത്തിച്ചു അത് മൊത്തം ന്യൂട്രലൈസ് ആവും. സോ അങ്ങനെ ചാർജ് ഇല്ലാത്ത ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് എർത്തിങ്. എന്താ പറയാ? എർത്തിങ് എന്നാണ് പറയട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് എവിടുന്നാണ്? നമ്മളുടെ ഭൂമിയിൽ നിന്നും എന്ത് കിട്ടി? ബോഡിയിലേക്ക് കിട്ടി അല്ലേ? ഫ്ലോ ഫ്രം എർത്ത് ടു ദ ബോഡി. അതാണ് ഇതിന്റെ ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി? ആൻഡ് നെക്സ്റ്റ് ചോദ്യം ഉണ്ട്, നെയിം ദിസ് മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന സംഭവം. ഇവിടെ ഒരു ചാർജിങ് മെത്തേഡ് തന്നിട്ടുണ്ട്. ഇത് ഏതാണ് ചാർജിങ് മെത്തേഡ്? എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഇത് ഈ ചാർജ് ചെയ്തിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ട് ചാർജ് ഇല്ലാത്തൊരു വസ്തുവിനെ നമ്മൾ ചാർജ് ആക്കാണ്. എന്താ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ തൊടാതെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നെങ്കിൽ പ്രേരിപ്പിക്കുക എന്നാ പറയാം. നമ്മളിങ്ങനെ കൊണ്ടിങ്ങനെ വെക്കും, കൊടുക്കൂല, എന്നിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പം ഇതെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇവർ പ്രേരണയ്ക്ക് വിധേയമാകും. എന്ത് ചെയ്യും? ഇവിടെ പോസിറ്റീവ് വന്നാൽ ഇപ്പുറത്ത് മൊത്തം നെഗറ്റീവ് ചാർജും, ഇവിടെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ചാർജും വന്ന് നിൽക്കും. ഇതാണ് പ്രേരണ വഴിയുള്ള ചാർജിങ് അല്ലെങ്കിൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഏത് ചാർജിങ് മെത്തേഡാന്ന് ചോദിച്ചാൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. എങ്ങനെയാ മനസ്സിലാക്കിയത്? ഇത് തൊട്ടിട്ടില്ല, തൊട്ട് കഴിഞ്ഞാൽ വേറെ ആളാ, തൊടാത്ത ആളാണ് ഇൻഡക്ഷൻ, തൊട്ടാ വേറെ ആള്, തൊടാത്ത ആൾ ഇൻഡക്ഷൻ, പ്രേരണ വഴിയുള്ള ചാർജിങ്. മാർക്ക് ദ ചാർജ് ഡെവലപ്ഡ് ഓൺ എക്സ്. എവിടെ ഉണ്ടായിട്ടുള്ള ചാർജിനെ മാർക്ക് ചെയ്യാനാണ്. ഇത് നല്ലൊരു ചോദ്യമാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതും. ഇവിടെ കംപ്ലീറ്റ്ലി എന്താ വന്നിരിക്കുന്നത്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ? ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നാൽ ഇപ്പുറത്തെ സൈഡില്, ഈ സൈഡിൽ, അതിന്റെ അടുത്ത സൈഡിൽ ഏതാ വരിക? പോസിറ്റീവ് ചാർജാ വരിക കേട്ടോ. പോസിറ്റീവ് ചാർജ്, ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. എന്താ നമ്മുടെ ടാസ്ക്? ഇതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് കേട്ടോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തുവിനെ കൊണ്ട് ഞാൻ ഇതിനെ ചാർജ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എയിൽ ഉണ്ടാവുന്ന ചാർജ് എന്താ, ബിയിൽ ഉണ്ടാവുന്ന ചാർജ് എന്താന്ന് താഴെ കമന്റ് ചെയ്യുക. ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് രാത്രി കംപ്ലീറ്റ് നമുക്ക് ലൈവാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമുക്ക് അരച്ച് കലക്കി കുടിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആരും തന്നെ ലൈവിന്റെ കാര്യം മറക്കണ്ട. കൃത്യം 7 മണിയാകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോരാ. ഓൾ ദ ബെസ്റ്റ് ഫോർ യു ടുമോറോ 6. ഓക്കെ, ബൈ.